നമസ്കാരം. പേർഷ്യൻ ഉൾക്കടലിലെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര എണ്ണക്കടത്തിന് പുതിയ ബദൽ പാതയൊരുക്കാൻ UAE പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ. ഒമാൻ ഉൾക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഫുജൈറയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ തുറമുഖം നിർമ്മിക്കാനാണ് UAE ലക്ഷ്യമിടുന്നത്. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ഫിനാൻഷ്യൽ ടൈംസ് ആണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. ലോകത്തെ പ്രമുഖ എണ്ണ വിതരണ പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിൽ ഇടയ്ക്കിടെയുണ്ടാകുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും സുരക്ഷാ ഭീഷണികളും കണക്കിലെടുത്താണ് UAEയുടെ ഈ നിർണായക നീക്കം. പുതിയ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ ആശ്രയിക്കാതെ തന്നെ ക്രൂഡ് ഓയിൽ അന്താരാഷ്ട്ര വിപണിയിലേക്ക് നേരിട്ട് കയറ്റി അയക്കാൻ UAEക്ക് സാധിക്കും. ഹോർമുസ് കടലിടുക്കിന് പുറത്ത് ഒമാൻ ഉൾക്കടലിനോട് ചേർന്നാണ് ഫുജൈറ സ്ഥിതി ചെയ്യുന്നത്. പുതിയ പദ്ധതി വരുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നെത്തുന്ന കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്ക് കടക്കാതെ തന്നെ ഫുജൈറയിൽ ചരക്കുകൾ ഇറക്കാൻ സാധിക്കും. പിന്നീട് ഇവിടെ നിന്ന് റോഡ് മാർഗവും ഭാവിയിൽ ഇത്തിഹാദ് റെയിൽ വഴിയും ചരക്കുകൾ ദുബായ്, അബുദാബി തുടങ്ങിയ മറ്റ് ഗൾഫ് നഗരങ്ങളിലേക്കും സുരക്ഷിതമായി എത്തിക്കാൻ സാധിക്കും. $10,00,000 ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പുതിയ പദ്ധതി 18 മാസത്തിനുള്ളിൽ പ്രവർത്തന സജ്ജമാക്കാൻ കഴിയുമെന്നാണ് DP വേൾഡിന്റെ കണക്കൂട്ടൽ. എന്നാൽ ഇത് നിലവിലെ ജബൽ അലി തുറമുഖത്തിന് പകരമല്ലെന്നും അടിയന്തര സാഹചര്യങ്ങളെ പ്രതിരോധിക്കാനുള്ള ബദൽ മാർഗം മാത്രമാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. പുതിയ തുറമുഖത്തിലൂടെ കപ്പൽ ഗതാഗതം കൂടുതൽ കാര്യക്ഷമമാക്കുകയും പ്രാദേശിക ലോജിസ്റ്റിക്സ് കേന്ദ്രം എന്ന നിലയിൽ UAEയുടെ സ്ഥാനം കൂടുതൽ ശക്തമാകുകയും ചെയ്യുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. പതിറ്റാണ്ടുകളായി UAEയുടെ സാമ്പത്തിക വളർച്ചയുടെ നെടുംതൂണാണ് ദുബായിലെ ജബൽ അലി തുറമുഖം. ഇന്ത്യ, ചൈന തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ചരക്കുകൾ യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും എത്തിക്കുന്ന പ്രധാന കേന്ദ്രമാണിത്. എന്നാൽ പേർഷ്യൻ ഗൾഫിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ജബൽ അലിയിലേക്ക് പോകുന്ന എല്ലാ കപ്പലുകളും ഇറാന്റെ അതിർത്തിയോട് ചേർന്നുള്ള ഹോർമസ് കടലിടുക്കിലൂടെ വേണം കടന്നു പോകാൻ. എന്നാൽ ഈ ഫെബ്രുവരി 28 ആരംഭിച്ച US ഇറാൻ സംഘർഷങ്ങൾ ജബൽ അലി തുറമുഖം വഴിയുള്ള ചരക്ക് കപ്പൽ ഗതാഗതത്തെ പ്രതിസന്ധിയിലാക്കി. തുടർച്ചയായിട്ടുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ കാരണം ഇതുവഴിയുള്ള കപ്പൽ യാത്ര തീർത്തും അപകടകരമായി മാറി. ഇതോടെ ജബൽ അലി തുറമുഖത്തെ ചരക്ക് നീക്കം 90 മുതൽ 95% വരെ കുത്തിനെ ഇടിഞ്ഞതായിട്ടാണ് റിപ്പോർട്ട്. ഇതോടെയാണ് ബദൽ മാർഗം കണ്ടെത്താൻ UAE നിർബന്ധിതരായത്. UAEയുമായി വലിയ തോതിൽ വ്യാപാരം നടത്തുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ഈ പുതിയ തുറമുഖം വളരെ നിർണായകമാണ്. കാരണം പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഹോർമസിലടക്കം നിരവധി ഇന്ത്യൻ ചരക്ക് കപ്പലുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ തുറമുഖ പദ്ധതി ഇന്ത്യക്കും ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലൊന്നായ ഫുജൈറയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നതാണ് പദ്ധതി. ആഗോള എണ്ണ വിപണിയിലെ തടസ്സങ്ങൾ ഒഴിവാക്കാനും വിതരണ ശൃംഖലയുടെ സുരക്ഷ ഉറപ്പാക്കാനും ഈ പുതിയ തുറമുഖ നിർമ്മാണം വഴി സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങളും നിർമ്മാണ ചെലവും സംബന്ധിച്ച് UAE ഭരണകൂടം ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ഹോർമസ് കടലിടുക്കിലൂടെയുള്ള ഇറാനിയൻ കപ്പലുകളുടെ സഞ്ചാരത്തിന് പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുമെന്നായിരുന്നു ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കോ അവിടെ നിന്നോ ഉള്ള കപ്പലുകൾക്കും ഇറാനിയൻ ചരക്കുകൾ വഹിക്കുന്ന കപ്പലുകൾക്കും ഈ വിലക്ക് ബാധകമായിരിക്കും എന്നുമായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. എന്നാൽ മറ്റ് രാജ്യങ്ങൾക്കുള്ള കപ്പൽ ഗതാഗതത്തിനായി ഹോർമുസ് പാത തുറന്നു നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഹോർമുസിലൂടെ കടന്നു പോകുന്ന ചരക്കുകൾക്ക് നേരത്തെ നിശ്ചയിച്ചിരുന്ന 20% ടോൾ ഈടാക്കാനുള്ള തീരുമാനം അമേരിക്ക പിൻവലിച്ചിരുന്നു. ഇതിന് പകരമായി ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയിൽ വമ്പിച്ച വ്യാപാര നിക്ഷേപ കരാറുകളിൽ ഏർപ്പെടുമെന്നും ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നു. മിഡിൽ ഈസ്റ്റ് നേതാക്കളുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമായിരുന്നു ഈ തീരുമാനമെന്ന് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു.